വയനാട് പുതുശ്ശേരിയിൽ കടുവ ആക്രമണത്തിൽ കർഷകൻ മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവില്ല എന്ന ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തള്ളി കുടുംബം. പിഴവില്ല എന്ന റിപ്പോർട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. രക്തം വാർന്നാണ് തോമസ് മരിച്ചതെന്ന് സഹോദരൻ ആന്റണി ന്യൂസ് 18 പറഞ്ഞു. ICU ആംബുലൻസ് പോലും അനുവദിച്ചില്ല. പ്രതീക്ഷിച്ചില്ല മരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചു. കാരണം കാലിൽ ഇഞ്ചറി ഉണ്ട്, നമുക്കറിയാം പിന്നെ കാല് പൊട്ടിയാൽ ഒടിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കടുവ അവിടെ ചേട്ടാന് തീർക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയ്ക്ക് സങ്കടം ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. കാരണം എന്താ പറയുക, ഇത് നമ്മളായിട്ട് കൊന്നതാണ് ചേട്ടാനെ. നമ്മൾ മനുഷ്യന്മാരാണ് കൊന്നത്. മൃഗാണ്, മൃഗത്തിന് അറിയത്തില്ല എന്ന് വിചാരിക്കാം അല്ലേ സാറേ? പക്ഷെ മനുഷ്യന്മാരുടെ അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ചതല്ലേ സാറേ? പറയുന്നതല്ല സാറേ, നമുക്ക് നമ്മുടെ വിഷമാണ് സാറേ. ഇനി ഒരു മനുഷ്യൻ ഇങ്ങനെ വരരുത് ആർക്കും. നമുക്ക് അത്രയേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ചങ്കുപൊട്ടുന്ന വർത്തമാനമാണ് ആ പെൺകുട്ടി പറയുന്നത്. കടുവയല്ല ഞങ്ങളുടെ സഹോദരനെ കൊന്നത്, മനുഷ്യരാണ്. യഥാസമയത്ത് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ഇങ്ങനെ രക്തം വാർന്ന് ഈ മനുഷ്യൻ മരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ICU ആംബുലൻസ് പോലും നൽകിയില്ല, ശരിയായ സമയത്ത് ചികിത്സ നൽകിയില്ല എന്ന ഗുരുതരമായ ആരോപണം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, തീർച്ചയായും ഇത് ഒരു കടുവയാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഉപരി ഒരു വലിയ സാമൂഹിക വിഷയമായിട്ട് ഈ ചികിത്സാ നിഷേധം ഉയർന്നു വന്നിരിക്കുകയാണ്. മാത്രവുമല്ല, വയനാട്ടിലെ ഈ ശരിയായ ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെ പിഴവ് കൂടെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് സഹോദരന്റെ മരണത്തിൽ തങ്ങൾക്ക് വിഷമമുണ്ട്. സഹോദരൻ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചാൽ പോലും പ്രശ്നമില്ല. അതിനുശേഷം ആ ചികിത്സാ പിഴവുണ്ടായത് വേണ്ട രീതിയിൽ ആരോഗ്യവകുപ്പ് ആ സമയത്ത് ഇടപെടാത്തതുകൊണ്ട് രക്തം വാർന്ന് സഹോദരൻ മരിക്കാനിടയായി. ഇതുപോലെ ഇനി മറ്റൊരാൾക്ക് ഇത്തരത്തിൽ സാഹചര്യം ഉണ്ടാവരുത്. ഇന്നലെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വീട് സന്ദർശിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അവരുടെ സഹോദരങ്ങൾ പെരുമാറിയത്. പിന്നീട് രാത്രി ചികിത്സാ പിഴവില്ലെന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഉത്തരവും സഹോദരന്മാർ കുടുംബം നിഷേധിച്ചിട്ടുണ്ട്. തങ്ങളൊരു പബ്ലിക് കോഴ്സിന് വേണ്ടിയിട്ടാണ്, ഒരു പൊതു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇടപെടുന്നത്. തങ്ങളുടെ സഹോദരൻ മരിച്ചു കഴിഞ്ഞു, ഇനി മറ്റൊരാൾക്ക് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് മൂലം മരണം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ചില സൗകര്യം ലഭിക്കാത്തതിനാൽ മരണം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ വയനാട്ടിലെ അടിസ്ഥാനപരമായ മികച്ച ചികിത്സാ സംവിധാനം ഇല്ല എന്നുള്ള വലിയ ചർച്ചയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചുരമിറങ്ങുന്നതിന് മുമ്പ് ആളുകൾ മരണപ്പെടുമോ എന്ന പതിവ് പല്ലവിക്ക് വലിയ ഗൗരവമായ അർത്ഥങ്ങൾ ലഭിക്കുന്നു ഈ തോമസിന്റെ മരണത്തിന് ശേഷം എന്നതും കൂടെ ചർച്ചയാവേണ്ടതുണ്ട്. ഈ വിഷയം തന്നെയാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അവർ പരാതി നൽകാൻ സാധ്യതയുണ്ട്. കാരണം ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായി അവർക്ക് അതിൽ പിഴവുണ്ടായിട്ടുണ്ട്. അത് സമ്മതിക്കാതെ ഈ പ്രശ്നത്തെ അവസാനിപ്പിക്കില്ല. ഇതിന് പരിഹാരം വേണം. ഇനി മറ്റൊരാൾക്കും ഇത്തരത്തിൽ ചികിത്സാ പിഴവ് മൂലം അല്ലെങ്കിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് ലഭിക്കാത്തതുകൊണ്ട് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ അതീവ ഗുരുതരമായ പിഴവിലേക്ക് കൂടിയാണ് ഈ കുടുംബത്തിന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. കടുവയുടെ ആക്രമണത്തിൽ പെട്ട് പരിക്കേറ്റ് രക്തം വാർന്ന് എത്തുന്ന ഒരാളുടെ രക്തം വാർന്ന് മരിച്ചു പോകുന്നൊരവസ്ഥ ഒഴിവാക്കാൻ വേണ്ട ഇടപെടലുകൾ പോലും ആരോഗ്യവകുപ്പ് നടത്തിയില്ല. ICU ആംബുലൻസിൽ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം പോലും വയനാട്ടിലെ ആശുപത്രികൾക്കുണ്ടായിരുന്നില്ല യഥാസമയം എന്നുള്ളതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇനിയെങ്കിലും വയനാടിനോടുള്ള ഈ അവഗണന, അല്ലെങ്കിൽ വയനാട്ടുകാർക്ക് യഥാസമയം നല്ല ചികിത്സ ലഭിക്കാൻ ഉള്ള അവസരം ഇല്ലാത്തത് ഒഴിവാക്കാനുള്ള ശ്രമം സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. മറ്റൊരു വാർത്തയും ഇതുതന്നെയാണ്. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. PT-7 ധോണിയിൽ ഇന്നലെ വീണ്ടും ഇറങ്ങി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പ്രദേശവാസിയായ അലിമുത്തുവിൻ്റെ വീടിന് മുന്നിൽ PT-7 എത്തിയത്. സ്വന്തം വീടിന് മുന്നിൽ ഇങ്ങനെ ഒരു കൊമ്പൻ വന്നു നിന്ന് കഴിഞ്ഞാൽ, ഏത് സമയവും ആക്രമണകാരിയാകാവുന്ന ഒരു ആന വന്നു നിന്നാൽ എത്ര ഭയത്തോടെയാവും ആ വീട്ടുകാർ കഴിഞ്ഞുകൂടിയിട്ടുണ്ടാവുക. നമുക്ക് പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട് കാണാം. ധോണിയിൽ ഇന്നലെ രാത്രിയും കാട്ടാന ഇറങ്ങി. PT-7 തന്നെയാണ് ഈ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത്. കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ധോണി സ്വദേശിയായ അലിമുത്തുവിന്റെ വീടിന്റെ പരിസരത്തിലൂടെ ആന പോവുകയും ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അലിമുത്തുവിന്റെ വീട്ടിലാണ്. എപ്പോഴാണ് ഇന്നലെ ആന വന്നത്? ഇന്നലെ ഒരു 10 മണിക്ക് വന്നു അങ്ങനെ ഒന്ന് ഒതുങ്ങി കൊണ്ട് അങ്ങനെ പോയി. അപ്പോൾ മൂപ്പര് പറഞ്ഞു കിണറ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കൂടെ അങ്ങനെ ചാടിക്കടന്നു ആന. ശരി, എത്ര സമയത്തിലൂടെ? എത്ര സമയം? 10 മണിക്ക്. എന്നിട്ട് ഇവിടെ ഈ ഗേറ്റ് ചവിട്ടി പൊളിച്ചിട്ട് ഇങ്ങോട്ട് കടന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു, അങ്ങോട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. ഇങ്ങോട്ട് ഈ പരിസരത്തേക്ക് അങ്ങനെ വന്നിരുന്നോ? ഈ പരിസരത്തേക്ക് കടന്നില്ല. അപ്പൊ മോള് ബാത്റൂമിന്റെ വിളിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്.
പേടിയാണല്ലേ? എന്താ ഇവര് പറഞ്ഞ ഈ കുറെ കാലങ്ങളായിട്ട് ഈ പ്രദേശത്തെ ഈ പ്രദേശം വന്നാൽ അങ്ങനെ റോട്ടിൽ കൂടെ പോകല്, പിന്നെയും വീണ്ടും വരുന്നു. ഇന്നിപ്പോൾ ഇന്നലെയാണ് വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ വന്നത്. എപ്പോഴും വഴി കൂടെ അങ്ങനെ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അപ്പുറത്തെ ചാലിയിൽ കൂടെ പോകും. നിങ്ങൾ കിടന്നിരുന്നോ അതോ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒച്ച കേട്ട് വന്നത്. പടി പൊട്ടിന് ചെത്തം കേട്ടപ്പോൾ മൂപ്പര് ഓടി കൊണ്ടുവരേണ്ട എണിച്ചു ഉറക്കത്തിൽ. വെളിയിലാണ് കിടക്കുന്നത്. അത് മോളാണ്. മോള് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ പറഞ്ഞു എൻ്റെ മകൾ അവിടെ നിന്ന് കുളിക്കണു എന്ന് പറഞ്ഞിട്ട് ഞാൻ തൊള്ളിയിടായിരുന്നു. ആന പോണത് ഞാൻ ഫസ്റ്റായി കണ്ടല്ലോ. വെളിയിൽ എനിക്ക് വന്നപ്പോൾ ലൈറ്റ് 2 ഭാഗത്ത് ഇട്ട് വെച്ചോണ്ടിരിക്കും എപ്പോഴും. ഈ ആൻ്റെ ശല്യം തുടങ്ങി തുടങ്ങിട്ട് ലൈറ്റ് വെളിയിലുണ്ട്. ഇവിടെ ഈ വീട്ടിൽ തന്നെയുള്ള ആളാണ്. അത് ഞാൻ ഇവിടുത്തെ ഉള്ളതാണ്. ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഭയങ്കര ശല്യം ഉള്ളതാണ്. പിന്നെ ഇപ്പോൾ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞ് ഒരു 6:30 ആകുമ്പോഴേക്കും ആന ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ നാട്ടിൻ പ്രദേശത്തെക്കുറിച്ച് ഇറങ്ങി നടന്നിട്ട് തിരിച്ച് 6:30 ആകുമ്പോൾ കയറി വരും. ഇതിപ്പോൾ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ വീട്ടിൽ തിരിഞ്ഞിറങ്ങും. നമ്മുടെ ഫാദർ ഇവിടെ കിടക്കണേ. ഇവിടെ നമുക്ക് തിരിയുമ്പോഴേക്കും ഇവിടെ തിരിഞ്ഞുകൊണ്ട് ആന താഴോട്ട് ഇറങ്ങിപ്പോയി. എവരുടെ ആന എന്ന് പറയുമ്പോഴേക്കും താഴോട്ട് ഇറങ്ങിപ്പോയി. അതങ്ങനെ തിരിച്ചിറങ്ങി. ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നേരെ റോട്ടിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോയത്. ഭയങ്കര ശല്യം ആനയുണ്ട്. ഇന്ന് വീട്ടിൻ്റെ അവിടേക്കായിട്ട് ആദ്യത്തെ കയറണേ. ബാക്കി ആ തോട്ടത്തിൻ്റെ അരികത്തിൽ കൂടെ പോകണേ, അല്ലെങ്കിൽ റോട്ടിൻ്റെ അവിടെ ഇറങ്ങിപ്പോകും. 8-10 മണി 9 മണി ആയ സമയങ്ങളിലാണ് ഇറങ്ങി പോകണേ. പിന്നീട് ഫോറസ്റ്റുകാർ വന്നിട്ടാണോ അതിന് ഓടിച്ചത്? പിന്നെ അവര് അത് ആന ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അവർ പുറകെ കൂടി ഇറങ്ങി വരിക. അവരുണ്ടെങ്കിൽ ഉള്ളിടത്ത് ആനയുണ്ട്, പക്ഷെ ആന ഏത് വഴിക്ക് പാസ് ചെയ്യണം എന്നുള്ളത് അറിയാം. അവർക്കറിയാം, പക്ഷെ നമുക്കറിയില്ലല്ലോ. നമ്മളിപ്പോൾ ഏതെങ്കിലും ദൂര സ്ഥലങ്ങളിൽ പണിയെടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 6:30 ആവും, ചിലപ്പോൾ 7 മണിയാവും. ആ സമയത്ത് ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ 6:30 ആകുമ്പോഴേക്കും ആന ഇറങ്ങിണ്ടാവും. പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ പണിക്ക് പോകുമ്പോൾ രാവിലെ ഇവിടുന്ന് ബൈക്ക് ഷർട്ടാക്കിയിട്ട് പോകുമ്പോഴായിരിക്കും ആന ഓടിച്ചിട്ട് അവർ ഈ തോട്ടത്തിൽ കൂടെ കൊണ്ടുവരുന്നത്. വൈകുന്നേരത്തും അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വീട്ടുമുറ്റത്ത് ആദ്യമായിട്ടാണ് ഈ സമീപങ്ങളിലെല്ലാം തന്നെ ആന ഇറങ്ങിയിരുന്നെങ്കിൽ പോലും ഒരു വീടിന്റെ മുറ്റത്തേക്ക്, ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് ആദ്യമായിട്ടാണ് ആന കയറി വരുന്നത്. എന്തായാലും വലിയ ഭീതിയിൽ തന്നെയാണ് ആളുകൾ. എത്രയും വേഗത്തിൽ PT7 പിടികൂടണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. മണ്ണാർക്കാട് തത്തേങ്കലത്ത് ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പുലിയും 2 കുട്ടികളുമായാണ് എത്തിയത്. കാർ യാത്രക്കാരാണ് കണ്ടത്. തത്തേമലം സ്വദേശികളായ റഷീദ്, ഷറഫ്, ഖാലിദ് എന്നിവരാണ് പുലിയെ കണ്ടത്. വലിയ ആശങ്കയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ദിൽഷാദ്. ഇന്നലെ ഞങ്ങൾ ഒരു 8:30 സമയമായ സമയത്ത് ഞാനും അതുപോലെ ഞങ്ങൾ 4 പേര് ഞങ്ങൾ കടയിൽ പോകാൻ വേണ്ടിയിട്ട് കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ റോഡിന്റെ സൈഡിലായിട്ട് പുലിയുടെ കുഞ്ഞുങ്ങളെ, നമ്മൾ ആദ്യം വല്ല പട്ടിക്കുഞ്ഞൊക്കെ ആവുമെന്ന് വിചാരിച്ചു. പിന്നീട് നോക്കുമ്പോഴാണ് വാലിലൊക്കെ നല്ല പുള്ളിയുള്ള നല്ല ആരോഗ്യമുള്ള പുലി കുഞ്ഞുങ്ങള്. അതിനുശേഷം നമ്മൾ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഹെഡ് ലാമ്പ് ഓഫ് ചെയ്യാണ്ട് നമ്മളിവിടെ ഒരു 10 മിനിറ്റോളം നമ്മളിവിടെ നിന്ന സമയത്തും ഈ പുലി ഈ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ഭയമോ അല്ലെങ്കിൽ വണ്ടിയുടെ ശബ്ദമോ വെട്ടമോ കണ്ടിട്ട് ഇവർ മാറാനൊന്നും ശ്രമിക്കുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നീടാണ് കാര്യം മനസ്സിലായത്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ സൈഡ്, ഈ റോഡിന്റെ താഴ്ഭാഗത്തായിട്ട് പുലിയുടെ വലിയൊരു പുലിയും കൂടെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം വളരെ നേരത്തെ തന്നെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഒരു പുലിയും 2 കുഞ്ഞു പുലികളുമൊക്കെയായി അവിടെ എത്തണമെങ്കിൽ കുറച്ചു കാലമായി തന്നെ ഇവർ അവിടെ ഉണ്ടായിരിക്കണം. ഈ കാറിൻ്റെ ശബ്ദമോ വെളിച്ചമോ ഒന്നും കണ്ടിട്ട് ആ പുലിക്കുഞ്ഞുങ്ങൾ ഓടിപ്പോവുകയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊക്കെ ഇതൊക്കെ ശീലമായി കഴിഞ്ഞ പുലികളാവണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനം വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗൗരവമായ തിരച്ചിലുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഇതിന് നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ള കടുത്ത പ്രതിഷേധവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ 1400ഓളം പേരാണ് ഇങ്ങനെ വന്യജീവികളുടെ ആക്രമണത്തിൽ മരണമടഞ്ഞത്. 8000ഓളം പേർക്കാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ പലരുടെയും സ്ഥിതി അതീവ
ഗുരുതരമാണ്. പലരുടെയും ചലനശേഷി തന്നെ നഷ്ടപ്പെട്ടവരുണ്ട്, കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്. അത്രത്തോളം ഗുരുതരമായ അവസ്ഥയിൽ കിടപ്പ് രോഗികളായി അല്ലെങ്കിൽ കിടന്നിടത്തുനിന്ന് എണീക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്കൊക്കെ പോയ ഒരുപാട് പേരുണ്ട്. 2018 ഏറ്റവും കൂടുതൽ പേർ ഇങ്ങനെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ റിപ്പോർട്ട് കാണാം. 2008 മുതൽ 2021 ജൂലൈ വരെയുള്ള കണക്കനുസരിച്ചാണ് സംസ്ഥാനത്ത് 1423 പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആന, പുലി, കടുവ, പന്നി എന്നിവയുടെ ആക്രമണങ്ങളിലാണ് കൂടുതൽ മരണം. 7982 പേരാണ് ഇക്കാലയളവിൽ ആക്രമണത്തിനിരയായത്. 2008 13 പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ 2018 133 ഇത് വർദ്ധിച്ചു. ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെടുന്നത് 2018 2008 32 പേർക്ക് മൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റെങ്കിൽ 2018 ഇത് 1280 വർദ്ധിച്ചു. 2012 മുതലാണ് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചതെന്നാണ് കണക്കുകൾ പറയുന്നത്. അതേ വർഷം കൊല്ലപ്പെടുന്നവരുടെ എണ്ണം 100-ന് മുകളിൽ കടന്നപ്പോൾ പരിക്കേൽക്കുന്നവരുടെ എണ്ണം 300-ന് മുകളിലെത്തി. 2018-നും 2021 ജൂലൈ 10-നുമിടയിൽ 427 പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണം 4397 ഉയർന്നു. വനം വകുപ്പിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലാണ് ഈ കണക്കുകൾ ഉള്ളത്. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട്. എന്നാൽ ഇപ്പോഴാകട്ടെ കാടിറങ്ങുന്ന വന്യതയ്ക്കിരയാവുന്നത് ഗ്രാമവാസികളാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ആര്യങ്കാവിൽ പിടികൂടിയ 15,000 ലിറ്ററോളം പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കലർന്നിട്ടുണ്ട് എന്ന് ക്ഷീരവികസന വകുപ്പ് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയിൽ അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. ഈ പാലിപ്പോൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു. അതോടൊപ്പം തന്നെ KSEBിയുടെ സ്മാർട്ട് മീറ്റർ പദ്ധതിക്കെതിരെ ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ഒരുമിച്ചതിനെ തുരങ്കം വെക്കാനുള്ള നടപടികൾ, ഇതടക്കം പ്രധാനപ്പെട്ട പല വാർത്തകളുമുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. വീണ്ടും കോവിഡ് നിയന്ത്രണങ്ങളുമായി സർക്കാർ. പൊതുവിടങ്ങൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും കടകളിലും സ്ഥാപനങ്ങളിലും സാനിറ്റൈസർ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സാമൂഹിക അകലം പാലിക്കണം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വീണ്ടും മാസ്ക് നിർബന്ധമാകുന്നു. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്? പിഴ ഈടാക്കുമോ? മാസ്ക് നിർബന്ധമാകുമ്പോൾ ധരിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കാനുള്ള നിർദ്ദേശമുണ്ടോ? നിലവിൽ പിഴ ഈടാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. ഈ നിയമപ്രകാരം, അതായത് എപ്പിഡമിക് ഡിസീസസ് ആക്ട് പ്രകാരം തന്നെയാണ് ഇപ്പോൾ 2021 സാംക്രമിക രോഗങ്ങളുടെ ആക്ടിന്റെ 4ാം വകുപ്പ് പ്രകാരം തന്നെയാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. പക്ഷെ അതിൽ ഈ പിഴ ഈടാക്കുന്നത് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ശിക്ഷാ നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ നിലവിലെ സർക്കുലറിൽ വ്യക്തമാക്കുന്നില്ല. എന്തായാലും റെഗുലേഷൻ പ്രകാരം, അതായത് ഈ റെഗുലേഷനെ നിർദ്ദേശിച്ചിരിക്കുന്നത് തന്നെ 2023 കേരള എപ്പിഡമിക് ഡിസീസസ് കൊറോണ വൈറസ് ഡിസീസസ് റെഗുലേഷൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം 3 നിർദ്ദേശങ്ങളാണ് പ്രധാനമായി നൽകുന്നത്. ഒന്ന്, പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണം എന്നുള്ളതാണ്. ജോലി സ്ഥലങ്ങൾ കൂടാതെ പൊതുജനങ്ങൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങൾ, സാമൂഹികമായ കൂടിച്ചേരലുകൾ, വാഹനങ്ങൾ, യാത്രാ സമയം എന്നിവയിലെല്ലാം വായു സഞ്ചാരം കടക്കാത്ത വിധം മൂക്കും മൂടിയുള്ള മാസ്ക് ധരിക്കണമെന്നാണ് ഒന്ന് നിർദ്ദേശം. 2, സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പിന്റെ ഉപയോഗം. എല്ലാ സ്ഥാപനങ്ങൾ, തിയേറ്ററുകൾ, മറ്റ് കടകൾ, മറ്റ് പരിപാടികൾ എന്നിവിടങ്ങളിലെല്ലാം സംഘാടകർ അല്ലെങ്കിൽ ഉടമസ്ഥർ കൈകൾ ശുചിയാക്കാനുള്ള സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പ്, വെള്ളം എന്നിവ നൽകണം എന്നാണ് 2ാമത്തെ നിർദ്ദേശം. 3, സാമൂഹിക അകലം പാലിക്കണം. പൊതുയിടങ്ങളിലും ആളുകൾ കൂടുതൽ സാധ്യതയുള്ള മേഖലയിലും സാമൂഹിക അകലം പാലിക്കണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. ഉമേഷ്, നമ്മൾ 2 ആഴ്ചകൾക്ക് മുൻപ് ഇതൊരു കോവിഡ് സാഹചര്യം അത് രൂക്ഷമാകുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആ നിലയിലൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകുമോ എന്നൊക്കെ സംശയിച്ചിരുന്നു. പക്ഷേ അത് കടന്നുപോയി. ഇപ്പോൾ ഇത്തരമൊരു നിയന്ത്രണത്തിലേക്ക് പോകുന്ന സാഹചര്യം എങ്ങനെയാണ് വിശദീകരിക്കുന്നത് സർക്കാർ? കേന്ദ്ര നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മാസ്ക്, സാനിറ്റൈസർ, സാമൂഹികകലം എന്നിവ വീണ്ടും പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ആ കേന്ദ്ര നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസ് വഴി
ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം ഒരു മാസത്തേക്ക്, അതായത് തുടർ ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഒരു മാസത്തേക്ക് ഒരു പുതിയ റെഗുലേഷൻ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ശരി, ഒന്ന് തുടരുക ഉമേഷ്. നമുക്കൊപ്പം ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹ് കൂടി ചേരുകയാണ്. ഡോക്ടർ, ഇപ്പോൾ ഇത്തരം ഒരു നിയന്ത്രണത്തിന്റെ സാഹചര്യം എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? പിഴ ഈടാക്കില്ല, പക്ഷേ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കോവിഡ് കാലങ്ങളിൽ കണ്ടതുപോലെ സാനിറ്റൈസർ ഉപയോഗം അതൊക്കെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു മാസത്തെ കാലാവധി, ഒരു മാസത്തെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് കോവിഡ് കണക്കുകളുമായി ബന്ധപ്പെട്ടുണ്ടോ? അബ്സല്യൂട്ട്ലി ഇല്ല. കേസുകളുടെ എണ്ണം കൂടുകയോ പെട്ടെന്ന് കേസുകളുടെ കുത്തിനെ കൂടുകയോ ആശുപത്രി ആശുപത്രികളിൽ അഡ്മിഷൻ കൂടുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കോവിഡ് കേസുകളുടെ കോംപ്ലിക്കേഷൻ കൂടുകയോ ICU അഡ്മിഷൻസ് കൂടുകയോ രോഗികളുടെ മരണം കൂടുകയോ എന്നുള്ളൊരു സംവിധാനം തൽക്കാലം കേരളത്തിൽ നിലവിലില്ല. പക്ഷേ ഒരുപക്ഷെ ചൈനയിലും മറ്റു ചില രാജ്യങ്ങളിലും ഒക്കെ തന്നെ കേസുകളുടെ എണ്ണം പെട്ടെന്ന് കൂടുന്ന അതിന്റെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലായിരിക്കണം കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഓപ്പൺ ഏരിയ, ഓപ്പൺ സ്പേസസ്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രോഗലക്ഷണമുള്ള രോഗികള്, ആരോഗ്യ പ്രവർത്തകര് ആശുപത്രികൾക്കുള്ളില് അടച്ചിട്ട മുറികളില്, എയർ കണ്ടീഷൻ ചെയ്ത മുറികളില്, അത്തരം സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ മാസ്കിന് ഉപയോഗം തീർച്ചയായിട്ടും ഗുണം ചെയ്തേക്കാം. ഒരുപക്ഷെ കോവിഡിന് അല്ലെങ്കിൽ പോലും മറ്റു രോഗങ്ങളിലൊക്കെ തന്നെ മറ്റു രോഗങ്ങളിലൊക്കെ പടരുന്നത് തടയാൻ ഇത് ഒരു പരിധിവരെ ഇത് സഹായിച്ചേക്കാം. പക്ഷേ ഓപ്പൺ ഏരിയ, വളരെ വായുസഞ്ചാരമുള്ള മുറികള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാസ്കിന്റെ ഉപയോഗം ഡിബേറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു 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 ഈ കാര്യത്തിൽ കൃത്യമായ നമ്മുടെ ആദ്യകാലങ്ങളിലൊക്കെ മാസ്ക് എന്തുകൊണ്ട് ഉപയോഗിക്കും, എന്തുകൊണ്ട് ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായി പറയാൻ കഴിയുമ്പോൾ ഈ ഒരു തീരുമാനം ഡിബേറ്റബിൾ ആണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതൊരു നമുക്ക് കർശനമായി പാലിക്കപ്പെടുവാനുള്ള തീർച്ചയായിട്ടും ഇത്തരം മാനദണ്ഡങ്ങൾ പലപ്പോഴും മാറി മാറി വരാറുണ്ട്, ഇത്തരം നിർദ്ദേശങ്ങൾ മാറി മാറി വരാറുണ്ട്. ഒരുപക്ഷെ നമുക്ക് കോവിഡിന്റെ കണക്കുകളെ കുറിച്ചുള്ള കൂടുതൽ കൊല്ലം ആര്യങ്കാവിൽ 15,000 ലിറ്ററോളം പാൽ പിടിച്ചിരുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് കലർന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പാൽ ക്ഷീരവികസന വകുപ്പ് പിടിച്ചത്. പക്ഷേ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആ പാൽ പരിശോധിച്ചപ്പോൾ അതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിശ്ചിത സമയത്തിന് ശേഷം പരിശോധന നടത്തിയാൽ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള തെളിവുകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു തർക്കമായി തന്നെ ഇത് മാറി. പക്ഷേ ഇതിനിടയിൽ ഈ പാല് സൂക്ഷിച്ചിരുന്ന ആര്യങ്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ആ ടാങ്കറിൽ നിന്ന് പാല് ചോർന്നു പോയി എന്നുള്ള വാർത്തയാണ് വരുന്നത്. പ്രഷർ കൂടിയതുകൊണ്ടാണ് ചോർന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്തായാലും ആ കൂടി ദുരൂഹമായ സംഭവങ്ങളാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷാനോസ് ഡേവിഡാണ് ചേരുന്നത്. ഷാനോസ്, എന്താണ് വിവരങ്ങൾ? ഈ ടാങ്കർ പൊട്ടിത്തെറിച്ചു എന്നൊരു വ്യാജ വാർത്തയാണ് സത്യത്തിൽ ആദ്യം പ്രചരിക്കുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇതിന്റെ ഒരു ചോർച്ച മാത്രമാണ് പാല് സൂക്ഷിച്ചിരുന്ന ടാങ്കർ, ഈ തെന്മല പോലീസ് സ്റ്റേഷൻ അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, ഒരു ചോർച്ച മാത്രമാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫെർമെന്റേഷൻ, ഈ പാല് തൈരാവുന്ന ഫെർമെന്റേഷൻ പ്രക്രിയക്കിടെ, അങ്ങനത്തെ ഒരു രാസപ്രക്രിയക്കിടെ സ്വാഭാവികമായിട്ടും ചോർച്ച സംഭവിച്ചതാവാം എന്നാണ് കരുതുന്നത്. ടാങ്കർ പൊട്ടിത്തെറിച്ചെന്നൊരു പ്രചാരണമാണ് ഉടമകൾ നടത്തിയത്. കാരണം ഈ കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണ്. കാരണം ഇവർക്ക് നഷ്ടപരിഹാരം അടക്കം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. അത് അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ ഇത്തരമൊരു പ്രചാരണം നടത്തിയിരിക്കുന്നത്. ഷാനോസ് ഡേവിഡാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ പാൽ ചോർന്ന് പോയിരിക്കുന്നു. ന്യൂസ് റൂം ലൈവ് അരമണിക്കൂർ ശേഷം വീണ്ടും തുടരും. ഈ അരമണിക്കൂറിൽ പോലീസ് പെട്രോൾ കാണാം.